ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു ട്ടാ. തലേദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ നേരം നല്ലോണം വെളുത്തിട്ടില്ല ട്ടാ. ടൈമൊക്കെ ദേ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ടും അങ്ങോട്ട് പോയിട്ടില്ല ട്ടാ. കാലത്ത് ചെറിയ തണുപ്പും ഉണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ. പക്ഷേ കിച്ചണിൽ പണി ചെയ്ത് തുടങ്ങിയപ്പോൾ അത്യാവശ്യം ചൂട് തുടങ്ങി ട്ടാ. ഇന്നൊരു ഞായറാഴ്ചയാണ് ട്ടാ. ഇക്കാക്ക് നേരത്തെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. 8 മണിക്ക് തന്നെ ഇറങ്ങും ട്ടാ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ വേഗം പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പ്ലാൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മുട്ട പുഴുങ്ങാൻ ഇട്ടു ട്ടാ. എന്നിട്ട് ചായ വെക്കുകയാണ്. ചായ എന്തായാലും ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കും ട്ടാ. ചായ കുടിച്ച് ശീലമായതുകൊണ്ട് തന്നെ എണീറ്റത് അത് കിട്ടണം ട്ടോ. എന്നാലാണ് ആ പണി ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചായ ഇതാ തിളച്ച് വന്നപ്പോൾ ഇക്ക വന്നിട്ട് അതൊക്കെ അരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്നുണ്ട് ട്ടോ. ചായൻ്റെ കപ്പ് ഞാൻ ഇടയിൽ കൂടെ കാണിച്ചപ്പോൾ ഇക്കാൻ്റെ ചായൻ്റെയും കൂടി കാണിച്ചതാണ് ട്ടോ. എല്ലാപ്പോഴും സ്റ്റീൽ കപ്പിൽ തന്നെയാണ് ട്ടോ ചായ കുടിക്കാറ്. ഇന്നിപ്പോൾ അത് ഒരെണ്ണം കഴുകാനിട്ടപ്പോൾ വേഗം ഗ്ലാസിൻ്റെ എടുത്താണ്. അപ്പോൾ അതേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം കറി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ പത്തിരിൻ്റെ മാവ് വാട്ടി വെച്ചത് ഒന്ന് ചൂടാറുന്ന വരയ്ക്കും നമുക്ക് വേഗം എന്താണ് കറിക്കുള്ള എല്ലാ മസാലകളും വഴറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ റെഡി ആവുമല്ലോ. എന്നിട്ട് പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും വേഗം പത്തിരി ആവുന്നവർക്ക് വേഗം വേഗം ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ആദ്യം കറിയാണ് ട്ടോ വെക്കുന്നത്. അപ്പോൾ തക്കാളിയും സവോളയൊക്കെ വാടിക്കഴിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പൊടികളൊക്കെ മസാലപ്പൊടികളും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അത് തിള വരാൻ വെച്ചു ട്ടോ. ഇനി തിള വന്ന് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് മുട്ടയിടുന്നത്. ഈ സമയത്ത് പത്തിരിൻ്റെ മാവ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതും കുഴച്ച് വെച്ചു ട്ടോ. എന്നിട്ട് അവസാനം നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി തേങ്ങ മാത്രം വാങ്ങിക്കാൻ മറന്നു ട്ടോ. പിന്നെ കുറേ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് തിരഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുന്നേ അരച്ച് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് ട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് അത് കേട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു ട്ടോ. ഇക്കാനെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഈ പാത്രങ്ങൾ മുഴുവൻ ഞാൻ കഴുകുന്നത്. ഞാൻ ആവുമ്പോൾ വേഗം കഴുകാറാണ് ട്ടോ ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ ഇക്ക പോണതിന് തിരക്കിലായത് കൊണ്ട് തന്നെ അവസാനമാണ് ട്ടോ കഴുകിയത്.